ആര് കേൾക്കാൻ? ഞാനിവിടെ കിടന്ന് നരകിച്ച് ചാവും. ഇവിടെ ഒരാളുണ്ട്, ഏത് നേരം ഫോണില്ല. ഞാനും മക്കളും എന്തെടുക്കുന്നേന്ന് പോലും ആൾക്കറിയണ്ടല്ലോ. ഓ, എന്റെ ഒരു ഗതികേട്. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്നും ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാവും. കുർബാന നീ ഒറ്റ എഴുതിയ നീ കുർബാന മുടങ്ങാൻ അതങ്ങനെ അണിഞ്ഞൊരുക്കാൻ 2 മണിക്കൂർ വേണ്ട. എന്നെ കൊണ്ടൊന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഞാനെന്തിനാ കണ്ടില്ലെന്ന് വെക്കുന്നത്? മനുഷ്യർ കേട്ടാൽ എന്ത് വിചാരിക്കുന്നു കരുതി? അല്ല പിന്നെ സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരായിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. യേശു ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്റെ പറ്റി ഇന്ന് 2 ആളെയും കുർബാനയ്ക്ക് കണ്ടില്ലല്ലോ. ഞാനെന്ത് ചെയ്യാനാച്ചാ? എന്ത് പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ലേ? എന്നെ എന്റെ വീട്ടുകാരെ പറയാതെ അവർക്ക് സമാധാനമില്ല. ഒരു കാര്യത്തിന് നേരത്തെ ഇറങ്ങി പോവാന്ന് വെച്ചാൽ അതിവിടെ ഈ വീട്ടിൽ നടക്കില്ല. അച്ഛോ, നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടുകാരുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന. ഞാൻ എന്റെ പിള്ളേരും അവരുടെ പഠിപ്പ്, വീട്ടിലെ ജോലികൾ എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല അച്ഛോ. ഞാൻ എന്ത് ചെയ്യും? ജീവിതം ഒരു ബലിയാണ്.
പരസ്പരം ബലിയായി തീരുവാൻ വേണ്ടിയാണ് യേശു നിങ്ങളെ വിവാഹം എന്ന കൂദാശയിലൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈശോമിശിഹായുടെ കാൽവരി യാഗം പോലെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ കുരിശിൽ തറയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു ബലിവസ്തുവായി തീരുകയാണ്. അല്ലാതെ വെറുപ്പ് വിദ്വേഷവുമായി ഈ ബലിവേദിയിൽ നിന്നും നാളെ ഈശോയെ സ്വീകരിക്കുമ്പോൾ നിങ്ങളിൽ ഒരു ആത്മീയ മരണം സംഭവിക്കുന്നുണ്ടെന്ന് മറക്കരുത്. ശരിയാണ്, കുടുംബജീവിതമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനെയെല്ലാം ക്രിസ്തുവിന്റെ ബലിക്കലിൽ സമർപ്പിക്കുമ്പോഴാണ് ഒരു ക്രിസ്തീയ